ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിൽ മത്തി വറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ വീർന കറി വേൾഡ്സ് യൂട്യൂബ് ചാനൽ നോക്കി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ആദ്യം ഒരു ചട്ടിയിലോട്ട് 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി എന്നിവ ചതച്ച് ചേർക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും 1.5 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞൊഴിക്കുക. അതിൻ്റെ വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് 2 ഗ്ലാസ് പച്ചവെള്ളം ചേർക്കാം. ഈ പുളിയിൽ സാധാരണ എല്ലാവരും ഇങ്ങനത്തെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ കുടംപുളിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആ കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സാധാരണ സാമ്പാർ പുളി ചേർക്കുന്നത്. നിങ്ങൾക്ക് കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് തിള വരുമ്പോൾ നമുക്ക് മീനുകൾ ചേർത്ത് കൊടുക്കാം. മത്തി ആയതുകൊണ്ട് തന്നെ അധികം വേവൊന്നുമില്ല. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഞാൻ മീനുകളെല്ലാം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് താളിപ്പ് ചേർത്ത് കൊടുക്കാം. ശകലം എണ്ണയിൽ കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നിർബന്ധമൊന്നുമില്ല. ഞാനിത് വീണ കറി വേൾഡ് നോക്കി ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കി പരീക്ഷിച്ച റെസിപ്പിയാണ്. അത് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.